പലപ്പോഴും ഉമ്മമാര് തിരിച്ചാ പറയാ, നീ എന്താടാ കരയുന്നത്, ടൂറിന് പോണ്ടെന്നോ? ആര് പറഞ്ഞു? ഉപ്പ. മക്കളിങ്ങനെ ജയിലിൽ ഇട്ടിട്ട് എന്താ ചെയ്യാ, സഹിക്കുമോനെ. ഉമ്മ 25 കൊല്ലമായി സഹിക്കുകയാണ്. എങ്ങനെയുണ്ട്? നല്ല ഡയലോഗ് അല്ലേ? എന്താടാ കരയുന്നത്? ഉപ്പ വിട്ടാലും പിക്നിക്കിന് പോകണ്ടെന്നാണ് ഉമ്മാന്റെ വർത്താനം. ഉമ്മാക്ക് പൊരുത്തമില്ല പോലും. അപ്പോ ഉപ്പാന്റെ ഡയലോഗ്, ഒരു പൊരുത്തക്കോയിനെ കൊണ്ട് കുടുങ്ങിയല്ല റബ്ബേ. ഉപ്പ തളർന്നിട്ട് വീട്ടിലേക്ക് വരുന്നത് ഭാര്യ ഉമ്മ കാണാണ്. ഉപ്പ ഒന്ന് ചുമക്കുകയാണ് ഉപ്പ. അപ്പോൾ തന്നെ ഭാര്യ ആ നിസ്കാരക്കുപ്പായത്തോടെ കിച്ചണിലേക്ക് പോയി വെള്ളം ചൂടാക്കിയിട്ട് കൊടുക്കുന്നത്. എൻഗേജ്മെന്റ് കഴിഞ്ഞ ഫാത്തിമ ഹിബ കണ്ടാലേ ഇനി വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ള വേറെ ക്ലാസിന്റെ ഒന്നും കോഴ്സിന്റെ ഒന്നും ആവശ്യമില്ല. അതാണ് പറഞ്ഞതിന്റെ മലയാളം. ഉമ്മാക്ക് അസുഖം വരുമ്പോഴെല്ലാം ഉപ്പ സങ്കടപ്പെടുന്നതും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ആ മെഡിസിൻ ഗുളികയൊക്കെ വായിലിട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഉപ്പാനെയാ കാണുന്നെങ്കിൽ നമ്മളെ മക്കൾ കല്യാണം കഴിച്ചാൽ എങ്ങനെ ഭാര്യനോട് പെരുമാറണം എന്നുള്ളതിൻ്റെ ഓൺലൈൻ കോഴ്സിലൊന്നും പ്രത്യേകിച്ച് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളായി കിട്ടണം. അതിനെന്താ വേണ്ടത്? ഒന്നാമത് വേണ്ടത് മക്കൾക്ക് ചെറിയ പ്രായം മുതൽ തന്നെ ബഹുമാനിക്കേണ്ടവരോടുള്ള ബഹുമാനം നമ്മൾ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യയിൽ അത് പറയുന്നുണ്ട്. ഉസ്താദുമാരോടുള്ള, അധ്യാപകരോടുള്ള, ടീച്ചേഴ്സിനോടുള്ള, അയൽവാസികളോടുള്ള ആരെല്ലാം ബഹുമാനിക്കണമെന്ന് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ടോ അവരോടൊക്കെയുള്ള ബഹുമാനം ഉപ്പയും ഉമ്മയും ചെറിയ പ്രായം മുതൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ആ കുട്ടി വളർന്ന് വലുതായാൽ തല തിരിഞ്ഞു പോകും. മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളും, നിങ്ങൾ എന്തിനാ എന്റെ കാര്യം നോക്കുന്നത് എന്ന് മൂത്താപ്പനോട് പറയും, ഇളയപ്പനോട് പറയും. ഈ മകള് പറയും, എന്റെ കല്യാണത്തിന്റെ വിഷയത്തിൽ എന്തിനാ മൂത്താപ്പ ഇടപെടുന്നത്, എന്തിന് എന്റെ കാര്യത്തിൽ എന്തിനാ ഈ കാരണന്മാര് അമ്മാവന്മാര് ഇടപെടുന്നത്, ഉപ്പ നോക്കുന്നങ്ങ് നോക്കിയാൽ മതി എന്നൊക്കെ അവൻ പറയണ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവരോടുള്ള ബഹുമാനം നമ്മൾ ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഒരു കുട്ടി നന്നാവണമെങ്കിലുള്ള ആദ്യ വഴി അതാണ്. ചെറിയ പ്രായം മുതൽ തന്നെ ആരെയൊക്കെ ബഹുമാനിക്കണമെന്ന് നമ്മളെ മതം പറയുന്നുണ്ടോ അവരോടുള്ള ബഹുമാനം ഒക്കെ കൊടുക്കണം. നിങ്ങൾ കണ്ടില്ലേ സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഉമർ റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മകനാ. ഒരു കുതിരപ്പുറത്ത് നല്ല തലീക്കെട്ടൊക്കെ കെട്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രായമുള്ള ഒരാളെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ കണ്ടു. അവിടുന്ന് ഇറങ്ങി വളരെ ബഹുമാനത്തോടെ അയാളെ സ്വീകരിച്ച് തന്റെ വിലപിടിപ്പുള്ള തലീക്കെട്ട് അയാൾക്ക് വെച്ചു കൊടുത്തു. ഈ കുതിര നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞ് ഹദിയായി നൽകുകയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന ആൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, ഉസ്താദിന് അയാൾക്ക് കൊടുക്കാൻ വേറെയും തലപ്പാവുണ്ട്, പിന്നെ മറ്റു വാഹനങ്ങളും ഉണ്ട്, ഈ വിലപിടിപ്പുള്ള കുതിര തന്നെയും ഉസ്താദിന് ഏറ്റവും ഇഷ്ടമുള്ള തലപ്പാവ് തന്നെയും ഇത് തന്നെ സെലക്ട് ചെയ്തിട്ട് ഒരിക്കൽ കൊടുക്കാൻ വല്ല കാരണമുണ്ടോന്ന് ചോദിച്ചു. അതിന് മറുപടി എന്താ പറഞ്ഞതറിയോ? ഈ വന്നയാൾ ആരാന്നറിയാം നിനക്ക്? ഇല്ല, എൻ്റെ ഉപ്പ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്താണ്. ഉപ്പാനോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമാണ് ഉപ്പാരുടെ സുഹൃത്തുക്കളെ ബഹുമാനിക്കലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കേണ്ട ഒരു ആശയമാണത്. ഉപ്പാന്റെ ജ്യേഷ്ഠന്മാരോട്, ഉപ്പാന്റെ അനുജന്മാരോട്, ഉമ്മന്റെ അനുജത്തിമാർ, ജ്യേഷ്ഠത്തിമാർ, അവരോടൊക്കെ ഉള്ള ബഹുമാനം ഉമ്മാനും ഉപ്പാനും ബഹുമാനിക്കുന്നതിന്റെ ഭാഗ. അത് പറഞ്ഞ അതാ നമ്മളെ മതം. അങ്ങനെ നമ്മളെ മക്കൾക്ക് പഠിപ്പിക്കുന്ന ഉസ്താദ് എന്നെ മാത്രം ബഹുമാനിച്ചാൽ മതി എന്നുള്ള തിയറി ദർസിലോ മദർസയിലോ കൊടുക്കരുത്. നിങ്ങൾക്ക് എന്റെ ക്ലാസ് അല്ലേ ഇഷ്ടമുള്ളൂ എന്ന സ്വാർത്ഥ ചിന്താഗതിയിലേക്ക് എത്തരുത്. അവർക്ക് വലിയ ബഹുമാനം കൊടുക്കണം. ആരോടുള്ള ബഹുമാനം?
ബഹുമാനിക്കാനാണോ മതം പറഞ്ഞത്, അവരോടുള്ള ബഹുമാനം കൊടുക്കണം. ഉപ്പാനെ ബഹുമാനിക്കണം എന്ന് ആരാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉപ്പാനെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആള് മക്കൾക്ക് ഉമ്മയാണ്. ഖുർആനിലും ഹദീസിലും കൂടുതലായിട്ട് ബഹുമാനിക്കണമെന്നും സ്നേഹിക്കണമെന്നും പഠിപ്പിച്ചത് ഉമ്മാനെ കുറിച്ചായിരിക്കും. ചരിത്രത്തിലും കൂടുതൽ അതൊക്കെ തന്നെ ഉണ്ടാവുക. ബിർറുൽ വാലിദൈനി എന്ന കിതാബിന് ടൈറ്റിൽ ഉണ്ടെങ്കിലും ഒരുപാട് ചരിത്രങ്ങൾ ഉമ്മാനെ പരിചരിച്ചതും ഹിദ്മത്തെടുത്തതും തന്നെ ഉണ്ടാവുക. അതെന്താ അങ്ങനെ ആയത്? ഉപ്പാനെ ബഹുമാനിക്കണ്ട എന്നതുകൊണ്ടാണോ? അല്ല. അതെന്തുകൊണ്ടോ പിന്നെ ഖുർആനിലും ഹദീസിലും ചരിത്രങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഉമ്മാനെ ബഹുമാനിക്കണം എന്ന് കൂടുതൽ പറയാനുള്ള കാരണം എന്താ? ഉമ്മ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ നമ്മൾ കാണാത്ത കാലത്തോ ജീവിക്കാത്ത കാലത്തോ ബുദ്ധി വെക്കാത്ത കാലത്തോ സംഭവിച്ചതായിരിക്കും. ഉദാഹരണത്തിന്, ഉമ്മ ഗർഭം ചുമന്ന കാലത്ത് നമുക്കെന്ത് തിരിയാനാ? ഉമ്മ പ്രസവിച്ച കാലം നമുക്കെന്ത് മനസ്സിലാവാനാ? ഉമ്മ മുലയൂട്ടിയ കാലം നമുക്കെന്ത് ഓർമ്മ ഉണ്ടാവാനാ? ഇത് മൂന്നും നമുക്കങ്ങനെ പെട്ടെന്ന് ഓർമ്മയിൽ വരാത്ത ഒരു കാല. അതുകൊണ്ടാണ് ഉമ്മുക്ക 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 എന്ന് 3 വട്ടം ഹദീസിൽ വന്നത്. പിന്നെ ഉപ്പ കഷ്ടപ്പെടുന്നത് രാവിലെ ഷോപ്പിൽ പോയി പാതിരൊക്കെ വരുന്നു. കഴിഞ്ഞ കൊല്ലം സൗദിയിൽ പോയിട്ട് ലീവ് കിട്ടണില്ല, 2 കൊല്ലായി വരാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. കാണുന്ന കാര്യം പിന്നെ കൂടുതൽ വയല് പറയേണ്ട ആവശ്യമില്ലല്ലോ. ശുക്റുൽ മുൻഇമി വാജിബുൻ. ഇങ്ങോട്ട് ഒരാൾ നമുക്ക് എന്തെങ്കിലും ചെയ്താൽ അങ്ങോട്ട് നന്ദി ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാലോ. സമജിന വാല ഇഷാറത്ത് കാഫി ഹേ, ഉറപ്പല്ലേ? അപ്പൊ പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഉപ്പാനെ കൂടുതൽ പറയാതിരുന്നത്. നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ബഹുമാനിക്കും. നിങ്ങൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്, വെയിൽ കൊള്ളുന്നത്, മഴ വകവെക്കാത്തത്, മാസ്ക് വിറ്റിട്ടും കണ്ടെയ്നർ ബോക്സിൽ ബിരിയാണി വിറ്റിട്ടും ചായ 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 എന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടൊക്കെ കഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ 2 അറ്റം മുട്ടിക്കാനാണ് എന്ന് നിങ്ങൾക്ക് അറിയാലോ. അത് പിന്നെ പറയേണ്ടതില്ലല്ലോ എന്നതുകൊണ്ടാണ് അത് പറയാത്തത് എന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പൊ ഇതാരാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഉമ്മ. ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം. ഉപ്പ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ, ഉമ്മാനോടുള്ള ബഹുമാനം, ഉപ്പാനോടുള്ള ബഹുമാനം നിലനിർത്തണം. അത് നന്നായി പഠിപ്പിച്ചു കൊടുക്കണം. ചെറിയ പ്രായം മുതൽ തന്നെ ഇത് കൊടുക്കണം. എന്നാലേ കുട്ടികൾ നന്നാവുള്ളൂ. ഇത് ഏതെങ്കിലും ഒരു കോഴ്സ് പൂർത്തിയാക്കുമ്പം കിട്ടുന്ന ബിരുദമല്ല സ്വാലിഹ് എന്നുള്ള ബിരുദം. സ്വാലിഹ് എന്ന് വേണമെങ്കിൽ പേരിടാൻ പറ്റൂ. അത് ഉണ്ടായിത്തീരണമെങ്കിൽ ഒരുപാട് അദബുകൾ ആ കുട്ടികൾക്ക് കിട്ടണം. ഉപ്പാനെ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ട് ഉമ്മാന്റെ അടുത്ത് കുട്ടികൾ വന്നാൽ ഉമ്മ വേഗം സ്വീകരിക്കരുത്. നീ എന്താടാ പറഞ്ഞത്? നീ എന്താ ഉപ്പാനെ പറഞ്ഞതടോ? ഉപ്പ ആരാന്നാ നീ വിചാരിച്ചത്? പണ്ട് സൗദിയിൽ നിത്താക്കാത്തിന്റെ പ്രശ്നം വന്നപ്പോ ജോലി ക്യാൻസലായി നാട്ടിലെത്തി. പിന്നെ കുറേ കാലം ഇവിടെ തേരാപ്പാര പല ഷോപ്പും തുടങ്ങി പൊട്ടി, പല സംരംഭങ്ങളും തുടങ്ങി ചാമ്പലായി, പല കച്ചവടം തുടങ്ങി, ഒന്നും ക്ലിക്കായിട്ടില്ല. അവസാനം പിന്നെ ഒമാനിലേക്ക് പോയി. കൊറോണ കാലത്ത് ഷോപ്പ് തുടങ്ങി, അതും പൊട്ടിയിട്ട് നാട്ടിൽ വന്ന് പിന്നെ തിരിച്ചു പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടി. നിനക്കറിയോ, 4 മാസം റെയിൽവേ സ്റ്റേഷനിൽ ചായയും കാപ്പിയും ഒക്കെ വിറ്റിട്ടാ നിനക്ക് ആ ഗാലക്സി J6 ഫോണ് SLC പഠിക്കുന്ന കാലത്ത് ഓൺലൈൻ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഫോൺ വാങ്ങി തന്നത്. ഇന്ന് നീ +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആവുമ്പോ ഒരു ടൂറിന് വിടാത്തതിന്, ക്യാഷ് കിട്ടാത്തതിന് ഉപ്പാനെ നീ എന്താ പറഞ്ഞത്? നന്ദി കേടുള്ള മനുഷ്യനാവരുതടോ. നീ എന്താടാ ഉപ്പാനെ പറഞ്ഞത്? ഉപ്പ പല ദിവസങ്ങളിലും സുന്നത്തോമ്പ് എടുക്കണത് ഉപ്പാന്റെ തടിക്ക് ആഫിയത്തുള്ളതുകൊണ്ട് മാത്രമല്ല. ഉപ്പ വിചാരിക്കണത് ഞാൻ ഫുഡ് കഴിക്കാതിരുന്നാൽ അത്രയും എൻ്റെ മക്കൾക്ക് ബാക്കി കഴിക്കാലോ. ജീവിതത്തിന്റെ 2 അറ്റം മുട്ടിക്കാൻ കഴിയാത്തുള്ള കഷ്ടപ്പാടാ. ഉപ്പ ജോലിയില്ലാത്ത കാലത്തൊന്നും നമുക്ക് തിന്നാൻ തരാണ്ടെന്നിട്ടില്ല. ഉമ്മ ഈ അടുക്കളപ്പണി എടുക്കണതും ഈ വീടടിച്ചു വരുന്നതൊക്കെ ഉപ്പാന്റെ കൈക്കുമ്പിളിൽ നമ്മളെയൊക്കെ വളർത്തി പൊന്നോമനകളായിട്ട് കൊണ്ടുപോകുന്നോണ്ടാ. നിനക്ക് ഉമ്മ ഭയങ്കര ബഹുമാനം ഉമ്മാനോട്.
ഉപ്പാനെ വിലയില്ല അല്ലേ എന്ന് ഇത് ആരും പഠിപ്പിച്ചു കൊടുക്കണം? ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം. പലപ്പോഴും ഉമ്മമാരെ തിരിച്ചാ പറയാ, നീ എന്താടാ കരയുന്നത്, ടൂറിന് പോണ്ടെന്നോ? ആര് പറഞ്ഞു? ഉപ്പ. മക്കളിങ്ങനെ ജയിലിൽ ഇട്ടിട്ട് എന്താ ചെയ്യാ, സഹിക്കുമോനെ. ഉമ്മ 25 കൊല്ലമായി സഹിക്കുകയാണ്. എങ്ങനെയുണ്ട്? നല്ല ഡയലോഗ് അല്ലേ? അടിപൊളി ഡയലോഗ്. പിന്നെ ഈ കുട്ടി എങ്ങനെ നന്നാല്? ചില ആളുടെ വിചാരം സ്ഥാപനത്തിലും പള്ളി ദർസിലും കൊണ്ടുവിട്ടാൽ അങ്ങ് നന്നായി കിട്ടുമെന്നാണ്. നന്നാവണമെങ്കിൽ എന്തെല്ലാം കണ്ടീഷൻസ് ഉണ്ട്. നൂഹ് നബിയുടെ മോന് കനാന് ഈമാനില്ലാണ്ട് മരിച്ചാളല്ലേ? യൂസുഫ് നബി അലൈഹി സ്വലാം വളർന്നു വന്ന സാഹചര്യമൊക്കെ നോക്കിയൊക്കെ എല്ലാം പ്രാതികൂല്യ സാഹചര്യമല്ലേ? സലീഖാന്റെ കൊട്ടാരം, പൊട്ടക്കിണറില്, ജയിലിൽ കള്ളന്മാര് കൊള്ളക്കാരുടെ കൂടെ. എന്നിട്ട് ഇപ്പൊ എന്താ പ്രശ്നം? സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു. അർശിന്റെ തണല് കിട്ടുമെന്ന് ഒരു ഹദീസിൽ വന്ന 7 കാര്യങ്ങളും 7 മേളിച്ച ഒരാളാണ് യൂസുഫ് നബി അലൈഹി സ്വലാം. 7 ഉണ്ട് മഹാന്. അൽ ഖൗലുൻ നാഫി ഫി ബിനാഇൽ മസ്ജിദ് വൽ ജാമി എന്ന ഗ്രന്ഥമുണ്ട് സഖാവി ഇമാമിന്. അതിൽ കാണാം അത് വിശദീകരിച്ചിട്ട്. എന്നിട്ട് ഇപ്പൊ എന്താ യൂസുഫ് നബിക്ക് പ്രശ്നം? അള്ള ഏറ്റെടുക്കുക എന്നുള്ളതാണോ ഒരാൾ നന്നാവുക എന്നുള്ളതിന്റെ മാനദണ്ഡം? അതിനെന്താ വേണ്ടത്? അതിനാ മഹാന്മാര് നിർദ്ദേശിക്കണത്. ചെറിയ പ്രായത്തിൽ ബഹുമാനിക്കേണ്ട എല്ലാവരോടുള്ള ബഹുമാനം കുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. സ്കൂളിലെ ഒരു അധ്യാപകൻ, മദർസയിലെ ഒരു ഉസ്താദ്, അവരോടുള്ള ബഹുമാനം ആരാ കൊടുക്കേണ്ടത്? ഉപ്പയും ഉമ്മയും. ഉസ്താദോ അധ്യാപകനോ ഹോംവർക്ക് ചെയ്യാത്തോണ്ട് കുട്ടിനോട് ചൂടായി. അപ്പൊ കുട്ടിയുടെ ഭാഗത്ത് നിന്നിട്ടല്ല നമ്മൾ സംസാരിക്കേണ്ടത്. നീ ഹോംവർക്ക് ചെയ്യാത്തോണ്ടല്ലേ, സാർ അത്ര കഷ്ടപ്പെട്ടിട്ടാ എന്നെ പഠിപ്പിക്കണത്, ഉസ്താദ് അത്ര മെനക്കെട്ടിട്ടാ എന്നെ പഠിപ്പിക്കണത്, നീ നന്നാവാനല്ലേ അല്ലേ എന്നാ പറഞ്ഞു കൊടുക്കേണ്ടത്. ഏത് സാറ്, ഏത് ഉസ്താദ് കാണാലോ എന്നാ നിങ്ങൾ കയ്യും കയറ്റിട്ട് പണിയെടുക്കണമെങ്കിൽ പിന്നെ ഇതിനെ മദർസയിലേക്ക് അയക്കണത്. അതിനെ കൊണ്ട് എന്താ കാര്യം? ഉമ്മാനോടുള്ള ബഹുമാനം ആര് പഠിപ്പിച്ചു കൊടുക്കണം? ഉപ്പ പഠിപ്പിച്ചു കൊടുക്കണം. നീ ഉമ്മാനെ 2ാം നമ്പർ ആക്കിയിട്ട് ഉപ്പാന്റെ മുന്നിൽ ഭയങ്കര മാന്യൻ. അയ്യടാ, ഉപ്പ ഗൾഫിൽ നിന്ന് വന്നാ നീ ഭയങ്കര സുബീസ്കാരും ഷാറന്നെ. നീ ഉമ്മാനെ തീരെ അനുസരിക്കില്ലേ അല്ലേ? എന്റെ കളിയാൻ കാണിച്ചരാ എന്ന് ഉപ്പ സ്ട്രോങ്ങിൽ നിന്ന് കൊടുക്കണം. അല്ലാതെ എന്താടാ കരയുന്നത്? ഉപ്പ വിട്ടാലും പിക്നിക്കിന് പോകണ്ടെന്നാണ് ഉമ്മാന്റെ വർത്താനം. ഉമ്മാക്ക് പൊരുത്തമില്ല പോലും. അപ്പോ ഉപ്പാന്റെ ഡയലോഗ്, ഒരു പൊരുത്തക്കോയിനെ കൊണ്ട് കുടുങ്ങിയല്ല റബ്ബേ. അല്ലോ, എന്റെ ഉപ്പാന്റെ ഡയലോഗേ. ഉപ്പ ദുനിയാവിൽ ആകെ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ മോനെ, നിന്റെ ഉമ്മാനെ കല്യാണം കഴിച്ചത് എന്നും കൂടി പറഞ്ഞാൽ ഈ കുട്ടി എങ്ങനെ നന്നാവുക? ശരിക്കു പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമസൃണമായി പെരുമാറുക എന്നുള്ളതും അവർ തമ്മിൽ എന്നെ പരസ്പരം ബഹുമാനിക്കുക എന്നുള്ളതും മക്കള് സ്വാലിഹീങ്ങളാവാനുള്ള ഒരു വഴിയാണ്. അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന നാസി നേതാവ്, അദ്ദേഹം വലിയ ക്രൂരനായത് അയാൾ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. അയാൾക്ക് ഒരു ആത്മകഥ ഉണ്ട്, മെയിൻ കാഫ്, എന്റെ സമരം എന്നാണ് അതിന്റെ അർത്ഥം. എന്റെ അമ്മയെ അച്ഛൻ പലപ്പോഴും ആക്രമിക്കാറുണ്ട്, അത് കണ്ടിട്ടാ ഞാൻ വളർന്നിരുന്നെന്നാ അയാൾ എന്നെ പറയണത്. നന്നായിട്ട് നമ്മൾ ഭാര്യമാരെ സ്നേഹിക്കണം, മക്കൾ അത് കാണണം, ഉമ്മാന്റെ മധുഹ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം മക്കൾക്ക്. ഉപ്പമാരും കുറച്ചൊന്ന് ശ്രദ്ധിക്കണം ആ വിഷയമൊക്കെ. നമുക്കാകെ ഖുർആൻ അറിയുന്നത് ഒരു സൂറത്തെ കാണാതെ അറിയൂ, ഫാത്തിഹ. പിന്നെ ഒരായത്തും അറിയാം, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, ആണാണ് പെണ്ണിനേക്കാൾ വേൽ. നോക്കി ശരിക്കും ആലോചിച്ച് നോക്കി. ഇസ്ലാമിന്റെ ഒരു തിയറി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് ഇസ്ലാം കൊടുക്കണ അവകാശങ്ങൾ അറിയാത്തോണ്ടാണ് ഈ ഫെമിനിസ്റ്റ് ടീമൊക്കെ ഉറിഞ്ഞു തുള്ളണത്. ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു 300 കിതാബ് എഴുതാൻ തൗഫീഖ് കിട്ടിയ വലിയ മഹാനാ. ആ ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു സ്വന്തം അനുഭവം പറയുന്നുണ്ട് തന്റെ മിനൻ എന്ന ഗ്രന്ഥത്തിൽ. എന്താ പറയണത്? ഷഹറാനി ഇമാമിന്റെ ഭാര്യക്ക് സുഖമില്ല,
രോഗത്തില, കിടത്തപ്പായില, എഴുന്നേൽക്കാൻ പറ്റൂല, വളരെ പ്രയാസം അനുഭവിക്കുന്നു. സ്വന്തമായി ടോയ്ലറ്റിലേക്ക് പോകാൻ പോലും കഴിവില്ല. കിടത്തപ്പായിൽ തന്നെ മൂത്രമൊഴിച്ച് കാഷ്ടിച്ച് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന രോഗത്തിലേക്ക് എത്തി. ഷെഹറാനിമാം പറയാ, ആ കാലത്ത് എൻ്റെ ഭാര്യക്ക് ഞാൻ ഈ 2 കൈ കൊണ്ട് ഖിദ്മത്ത് എടുത്തു കൊടുക്കും. ആ നജസ് മുഴുവന് ഞാൻ അങ്ങ് വൃത്തിയാക്കും. എന്തേ? അവൾ എനിക്ക് പലപ്പോഴും ഖിദ്മത്ത് എടുത്ത മോളല്ലേ, അപ്പൊ തിരിച്ചൊരു ഉപകാരം, പ്രത്യുപകാരം വേണ്ടേ? അവളുടെ നജസ്സെല്ലാം ഞാൻ ഈ കൈ കൊണ്ട് വൃത്തിയാക്കും. ഭാര്യന്റെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ബാത്റൂമിലെങ്ങാനും കുട്ടി കാഷ്ടിച്ച ആ നജസിന്റെ പമ്പേഴ്സ് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഭാര്യനോട് ചൂടാവും. ഇമാം ഷെഹറാനി റളിയല്ലാഹു അൻഹു തുടരുകയാണ്. എന്താ പറയണത്? കുറേ കാലം എൻ്റെ ഭാര്യ അസുഖത്തിലായി കിടത്തപ്പായയിൽ തന്നെ ആയപ്പോൾ എനിക്കും തോന്നി വേറൊരു കല്യാണം കഴിച്ചാലോ എന്ന്. കാരണം എൻ്റെ ഭാര്യ എനിക്ക് തീരെ ആസ്വദിക്കാനോ അനുഭവിക്കാനോ കിട്ടണില്ല. വേറൊരു കല്യാണം കഴിച്ചാലോ എന്നിങ്ങനെ മനസ്സിൽ നിരന്തരം തോന്നാൻ തുടങ്ങി. അവ ഞാൻ കരുതി, ഞാനിപ്പം വേറൊരു കല്യാണം കഴിച്ച് 2ാം കെട്ട് ഒരു പെണ്ണിനെ കൊണ്ടുവന്നാൽ നിലവിൽ എൻ്റെ ഭാര്യക്ക് ശരീരത്തിനെ അസുഖമുള്ളൂ. ഞാൻ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ എൻ്റെ ഭാര്യൻ്റെ മനസ്സും തകർന്നിട്ട് മനസ്സിനും വിഷമം വരും. അത് വേണ്ട, എൻ്റെ ആ മോളെ പാവത്തിനെ വേദനിപ്പിക്കണ്ട എന്ന് കരുതി ഞാൻ ആ കല്യാണം വേണ്ടെന്ന് വെച്ച് ക്യാൻസലാക്കി. 2. 3ാമത് ഷെഹറാനി ഇമാം പറയാ, പാതിരാക്കൊക്കെ എൻ്റെ കുട്ടികള് ഉറക്കില്ലാതെ അസുഖം വന്നിട്ടോ മറ്റു പ്രയാസം അനുഭവിച്ചിട്ടോ കരച്ചില് തുടങ്ങിയാൽ ഞാൻ എന്താ ചെയ്യാറെന്നറിയോ? ആ കുട്ടിനെടുത്ത് താലോലിച്ച് അപ്പുറം കൊണ്ടുപോയി നന്നായി ആ കുട്ടിനെ കളിപ്പിച്ച് ഉറക്കാൻ ശ്രമിക്കും. ചിലപ്പോ ആ കുട്ടി ഉറങ്ങിയിട്ടില്ല, സുബി വരൊക്കെ ഞാൻ ഉറക്കുകയും. എന്തിന്? എൻ്റെ ഭാര്യന്റെ ഉറക്കം സ്മൂത്തായിട്ട് നടക്കട്ടെ എന്ന് കരുതിയിട്ട്. ഇനി നമ്മളോട് ചോദിക്കുക, നമ്മളും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഈ ചരിത്രത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന്? ഭാര്യനെ നന്നായി സ്നേഹിക്കണം, ഭർത്താവിനെ നന്നായി ബഹുമാനിക്കണം. ഇതൊക്കെ മക്കള് കണ്ടാല് ഇനി വേറെ ഒരു പ്രീമെരിറ്ററിയോ കൗൺസിലിങ്ങിന്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ല. ഉപ്പ തളർന്നിട്ട് വീട്ടിലേക്ക് വരുന്നത് ഭാര്യ ഉമ്മ കാണാണ്. ഉപ്പ ഒന്ന് ചുമക്കുകയാണ് ഉപ്പ. അപ്പോൾ തന്നെ ഭാര്യ ആ നിസ്കാര കുപ്പായത്തോടെ കിച്ചണിലേക്ക് പോയി വെള്ളം ചൂടാക്കിയിട്ട് കൊടുക്കുന്നത്. എൻഗേജ്മെന്റ് കഴിഞ്ഞ ഫാത്തിമ ഹിബ കണ്ടാലേ ഇനി വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ള വേറെ ക്ലാസിന്റെ ഒന്നും കോഴ്സിന്റെ ഒന്നും ആവശ്യമില്ല. അതാണ് പറഞ്ഞതിന്റെ മലയാളം. ഉമ്മാക്ക് അസുഖം വരുമ്പോഴെല്ലാം ഉപ്പ സങ്കടപ്പെടുന്നതും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ആ മെഡിസിൻ ഗുളികയൊക്കെ വായിലിട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഉപ്പാനെയാ കാണുന്നെങ്കിൽ നമ്മളെ മക്കള് കല്യാണം കഴിച്ചാൽ എങ്ങനെ ഭാര്യനോട് പെരുമാറണം എന്നുള്ളതിൻ്റെ ഓൺലൈൻ കോഴ്സിലൊന്നും പ്രത്യേകിച്ച് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് നമ്മൾ ഓക്കെ ആയിരിക്കണം. വീട്ടില് ഏതെങ്കിലും ഒരു കോഴ്സ് പൂർത്തിയാക്കിയാൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് അല്ല സ്വാലിഹാവുക എന്നുള്ളത്. അത് ഉപ്പയും ഉമ്മയും പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഒരു അതിഥി വീട്ടിൽ വന്നു. വീട്ടിൽ വരുന്ന അതിഥികൾ വലിയ ബഹുമാനിക്കപ്പെടേണ്ട ആൾക്കാരാണ്. അവരുടെ മുമ്പിൽ നമ്മളെ മക്കൾ ഇങ്ങനെ കാലിന്റെ മേലെ കാല് വെച്ചും സോഫന്റെ മേലെ കാല് വെച്ചിട്ടൊക്കെ ഇരിക്കുമ്പോൾ അവനിങ്ങനെ തിരുത്തി കൊടുക്കുക. ഉസ്താദല്ലേ, നിന്നെ പഠിപ്പിച്ച കെമിസ്ട്രിയുടെ സാറല്ലേ, തടത് കൊണ്ടുപോടാ, പഠിപ്പിച്ചു കൊടുക്കണം. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മക്കൾക്ക് മാതാപിതാക്കൾ നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കലാണ്. ചോക്ലേറ്റും ഫോണും കൊടുക്കലല്ല, ടാബ് കൊടുക്കലല്ല, വൈഫൈ സൗകര്യം ഒരുക്കലല്ല. ഏറ്റവും വലിയ സമ്മാനം മക്കൾക്ക് മര്യാദകൾ, മാനേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുക.
അതാണ് ഒന്നാമത്തത്. ബഹുമാനിക്കാൻ ആരെയൊക്കെ നിർദ്ദേശം വന്നിട്ടുണ്ടോ അവരോടുള്ള ബഹുമാനം ഈ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ആ കുട്ടി ഒരുതരം ലിബറൽ ലോകത്തേക്ക് പോകും. ലൈഫ് ഫോർ എൻജോയ്, എന്റെ ജീവിതം ആസ്വദിക്കാനുള്ളതല്ലേ, അതിലെന്തിനാ സാർ ഇടപെടുന്നത്? ചില കുട്ടികൾക്കൊന്നും മോറലായ ക്ലാസ് ഇഷ്ടമല്ല, ഉപദേശിക്കുന്ന ഇഷ്ടമല്ല. ആണിനും പെണ്ണിനും ഒരേ ബാത്റൂമും ഓരോ ടോയ്ലറ്റും ആവുന്നത് ആഘോഷിക്കപ്പെടുന്ന ക്യാമ്പസുകളുടെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ഒരേ ബാത്റൂമും ടോയ്ലറ്റും ആയത് ആഘോഷിക്കപ്പെടുന്ന കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ആ കാലത്ത് നമ്മളെ മക്കള് നന്നാവാൻ പെരുത്തു പണിയുണ്ട്. അതിന് ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാം നിർദ്ദേശിച്ച കുറെ കാര്യങ്ങൾ ഗസാലി ഇമാം ഇഹ്യയിൽ പറയുന്നുണ്ട്. അതങ്ങ് പഠിപ്പിച്ചു കൊടുക്കണം. രണ്ടാമത്തത് സുയാനത്തുൻ അൻ ഖുറനാഇ സൂ, മക്കളുടെ കൂട്ടുകാരെല്ലാം നല്ല കൂട്ടുകാരാണ് എന്ന് ഉറപ്പുവരുത്തണം. അൽ മർഉ അലാ ദീനി ഖലീലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അൽ മർഉ അലാ ദീനി ഖലീലി, ഒരാൾ തന്റെ കൂട്ടുകാരൻ ജീവിക്കുന്നത് പോലെയാ ജീവിക്കുക. എത്ര ഇസ്ലാമിക അറ്റ്മോസ്ഫിയർ ഉള്ള കുടുംബത്തിലാണ് വളർന്നതെങ്കിലും അവന്റെ കൂട്ടുകാർ പലതരം വൃത്തികേടുകളുടെ വക്താക്കളാണെങ്കിൽ അവൻ പതിയെ പതിയെ അതിലേക്ക് ചെന്നെത്തും. ഔറത്ത് മറച്ച് ശരിയാം വണ്ണം വസ്ത്രം ധരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ മോളാണെങ്കിൽ തന്നെയും കോസ്മെറ്റിക്സിന്റെയും ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഒക്കെ കാലത്ത് നമ്മളുടെ മകൾ പഠിക്കുന്ന ക്യാമ്പസുകൾ വൃത്തികേടുകളുടെ ഈറ്റില്ലങ്ങളായി മാറുന്നുണ്ടെങ്കിൽ നമ്മളെ മകളും ഒരുതരം ഫാഷനിന്റെ ലോകത്തേക്ക്, ഒരുതരം വൃത്തികേടുകളുടെ ലോകത്തേക്ക് പതിയെ പതിയെ എത്തിച്ചേരുന്നതാണ്. അതാ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ഒരു കൂട്ടുകാരനെ സെലക്ട് ചെയ്യുമ്പോൾ നന്നായി ആലോചിച്ചിട്ട് വേണം കൂട്ടുകാരെ സെലക്ട് ചെയ്യാൻ. ഒരു ഉദാഹരണം പറയാം. ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം, സംഘാടകർ എന്നോട് ചോദിച്ചു, ഉസ്താദിന് കട്ടൻ ചായ വേണോ, സാധാരണ വെള്ളം വേണോ, ചുടുവെള്ളം വേണോ? ഞാൻ പറഞ്ഞു അത്യാവശ്യം ചൂടുണ്ടായിക്കോട്ടെ, വെള്ളം ചുടുവെള്ളം ആയിക്കോട്ടെ. അങ്ങനെ കൊണ്ടുവച്ചു. പ്രസംഗത്തിന്റെ ഇടയിൽ അവരോട് ചോദിച്ചു, വെള്ളം എവിടെ? ഒരു ഗ്ലാസ് നേരത്തെ ഒഴിച്ചു വെച്ച വെള്ളം എനിക്ക് തന്നു. അവിടെ ഇരുന്നിട്ട് കുടിക്കുമ്പോൾ ടു കോൾഡാണ്, ഫ്രിഡ്ജിൽ വെച്ച ഫീലിംഗ് ആണ്. ഞാൻ ചോദിച്ചു, നിങ്ങളോടല്ലേ പറഞ്ഞ തണുത്ത വെള്ളം വേണ്ട, ചുടുവെള്ളം മതി? ഉസ്താദെ, ഫ്ലാസ്കിൽ വെള്ളം ഒഴിച്ച് ഗ്ലാസ്സിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞപ്പോൾ ഒഴിച്ചതായിരുന്നു. ആ വെള്ളത്തിന് ചൂടുണ്ടായിരുന്നു, പക്ഷെ കൂളറിന്റെ അടുത്ത് വെള്ളം വെച്ചത് കൊണ്ട് അതിന്റെ ചൂട് പോയതാണ്. കണ്ടോ, നല്ല ചൂടുള്ള വെള്ളം ചങ്ങായിന്റെ പരം കൂടിയപ്പം കാറ്റുപോയി. 10ാം ക്ലാസ് വരെ നമ്മളെ മോളെ ഫാത്തിമാനെ, അബ്ദുള്ളയെ അവ്വല് വക്തിൽ സുബഹിസ്കരിക്കണം, ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കണം, ശരിയാവണ്ണം വസ്ത്രം ധരിക്കണം, ഹെയർ സ്റ്റൈൽ മദീന കൾച്ചർ ആവണം എന്നതൊക്കെ പഠിപ്പിച്ചതാ. പക്ഷെ ഹയർ സെക്കൻഡറിയിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് കുട്ടികളെ പറഞ്ഞയക്കുന്ന സമയത്ത് അവിടെ ഒരുതരം വൃത്തികേടുകളുടെ കലാലയത്തിന് ഏറ്റവും വൃത്തികേട് നടക്കുന്ന ഭൂമികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ അവ്വല് വക്തിൽ നിസ്കരിക്കണം എന്നുള്ള ചൂടൊക്കെ പോയിട്ട് ഓൻ ഹയർ സെക്കൻഡറി കഴിയുമ്പോൾ ഒരു തണുപ്പനായി മാറും. ആരുടെ കൂടെയാണോ കൂട്ടുകൂടുന്നത് അതിനനുസരിച്ച് കുട്ടികൾ നന്നാവുകയും ചെയ്യും, മോശാവുകയും ചെയ്യും. ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നതെന്ന് ശരിക്കും ആലോചിക്കും. അപ്പൊ എൻ്റെ മകളുടെ കൂട്ടുകാരികൾ ആരൊക്കെ, എൻ്റെ മകന്റെ കൂട്ടുകാർ ആരൊക്കെ? ഇതാരാ നോക്കേണ്ടത്? ഉപ്പിയുമ്മയാണ്, മാതാപിതാക്കളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കോഴ്സ് പൂർത്തിയാക്കിയാൽ നന്നാവും എന്ന് വിചാരിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് ഉസ്താദുമാരെയൊക്കെ ഏൽപ്പിക്കും ചില രക്ഷിതാക്കൾ, ഉസ്താദെ എൻ്റെ മോൻ്റെ മുടി ഉസ്താദ് നോക്കണം, നഖം ഉസ്താദ് നോക്കണം, വസ്ത്രവും നോക്കണം എന്ന്, പാൻറ് ഉസ്താദിനെ നോക്കണേ എന്ന്. ഉസ്താദ് എന്തെല്ലാം നോക്കേണ്ടത് ഈ 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ? 7:20 ഇവൻ വരത്ത്, 7 മണിക്കാണ് മദ്രസ തുടങ്ങുന്നെങ്കിലും
8:05 ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ബസ് വരുന്നുണ്ട്, ഓൻ പോവുകയും ചെയ്യും. 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്തല്ല ഇപ്പം നോക്കേണ്ടത്? നമ്മൾ ആദ്യമേ പഠിക്കേണ്ടത് ഓട്ടോറിക്ഷന്റെ മുമ്പിലുള്ള ടയറാണ് മക്കള്, ബേക്കിലത്തെ 2 ടയറാണ് ഉപ്പയും ഉമ്മയും ഉസ്താദുമാരും അധ്യാപകരും. ടയർ ഒരാളുടേതും പഞ്ചറാവാതിരുന്നാലേ കുട്ടി സ്മൂത്തായിട്ട് പോവുള്ളൂ. പലപ്പോഴും ഉസ്താദുമാരെയും കുട്ടികളെയും ഗ്രൗണ്ടിൽ ഇറക്കിയിട്ട് ഉപ്പിയും ഉമ്മയും കാണിയായിട്ട് ഒരു A+ കുറഞ്ഞു അങ്ങനെ അഭിപ്രായം പറയണ്ട, നിങ്ങളും കൂടി കളത്തിൽ ഇറങ്ങണം. ആകെ 3/4 മണിക്കൂറേ ഉസ്താദിന്റെ കയ്യിൽ കുട്ടിയുള്ളൂ. ബാക്കി 23 സംതിങ് മണിക്കൂറുകൾ നമ്മുടെ കയ്യിലാണ് കുട്ടികളുള്ളത്. അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് അവന്റെ കൂട്ടുകാർ ആരാവണം, അവൻ പഠിക്കുന്ന കലാലയം ഏതാവണം, അവൻ ജോയിൻ ചെയ്യുന്ന ദർസ് ആരുടേതാവണം, അവന്റെ അധ്യാപകൻ അവന്റെ ഉസ്താദ് ആരാവണം. ഇതൊക്കെ ശരിക്കും ആലോചിച്ചിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. എവിടെയെങ്കിലും പഠിപ്പിക്കണ്ടേ എന്ന് വിചാരിക്കരുത്. നമ്മുടെ ഖബർ എന്ന ലോകം സ്വർഗമാക്കി തീർക്കാൻ നമ്മളെ മക്കളെ കൊണ്ട് കഴിയും. അതിന് ഈ ജീവിതകാലത്ത് കുറച്ചൊന്ന് കഷ്ടപ്പെടണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, മഹാനായ ഇബ്നു ആബിദീൻ റളിയല്ലാഹു അൻഹു ഹനഫി മദ്ഹബിലെ പണ്ഡിതനാണ്. മഹാന് ഉപ്പ നന്നായി കിതാബ് വാങ്ങിക്കൊടുക്കും. ആ കാലത്തെ പല ആലിമീങ്ങളും ഇബ്നു ആബിദീൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാ ഇത്രയും കിതാബുകൾ കളക്ട് ചെയ്യാൻ പറ്റിയത്? പലരുടെയും കയ്യിലില്ലാത്ത കിതാബ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, എവിടുന്നാണ് ഇത്രയും പണം? എൻ്റെ ഉപ്പ വാങ്ങിത്തരുന്നതാണ്, ആവശ്യമുള്ളതെല്ലാം എൻ്റെ വാപ്പ വാങ്ങിത്തരും. ആ ഉപ്പ ഇൽമിനെ വല്ലാതെ സ്നേഹിച്ച വാപ്പയായിരുന്നു. ആ വാപ്പ വഫാത്തായ അന്ന് മുതൽ എല്ലാ ദിവസവും ഇശാ നിസ്കാര ശേഷം കുറേ നേരം അവിടെ തന്നെ ഇരുന്ന് ജുസ്ഉകളായി ദീർഘനേരം ഖുർആനോതും ഈ മഹാനായ പണ്ഡിതൻ. എന്നിട്ട് അള്ളാഹുവിനോട് ദുആരക്കും. ആ ദുആ എന്തിനാ? ഉപ്പാന്റെ ഖബർ ഒന്ന് സ്വർഗാവാൻ, ഈ ഖുർആനിന്റെ ബറക്കത്ത് അവിടെ എത്തിച്ചേരാൻ. ആ ദുആ ഒക്കെ കഴിഞ്ഞ് കറക്റ്റ് ഉപ്പ വഫാത്തായി 1 മാസം കഴിഞ്ഞപ്പോൾ ആ ഉപ്പ ഈ മകന്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറയുന്ന വാക്കുകൾ ഉണ്ട് കിതാബിൽ. എന്താ വർത്താനം എന്നറിയോ? ജസാക്കല്ലാഹു ഖൈറൻ, മോനിക്ക് അല്ലാഹു വലിയ പ്രതിഫലം തരട്ടെ. മോൻ ഓതുന്ന ഖുർആൻ ഉപ്പാന്റെ ഖബറിലേക്ക് എത്തുന്നുണ്ട്. എന്തൊരു സന്തോഷാണെന്നറിയോ? എന്തൊരു സന്തോഷാണെന്നറിയോ? മോൻ ഇനിയും തുടരണം, ഓതിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ നമ്മുടെ ഖബർ വെളിച്ചമാക്കാൻ നമ്മളെ മക്കൾ ഇവിടെ ഉണ്ടാവണം. റീൽസുകളുടെ കാലത്ത്, സോഷ്യൽ മീഡിയയിൽ തെറ്റുകൾ അധികരിക്കുന്ന കാലത്ത്, തെറ്റുകൾ അഭിമാനമാവുന്ന കാലത്ത്, നിങ്ങൾക്ക് പ്രേമമുണ്ടെങ്കിൽ പെണ്ണിന്റെ പേരെഴുതൂ, ആ പേര് ബോക്സിൽ സ്ഥാപിക്കൂ. ആ പെണ്ണുമായി നിങ്ങൾക്ക് കണക്ട് ആക്കി തരാൻ നമ്മളുണ്ട് എന്ന് പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ പാർട്ടികൾ ക്യാമ്പസിൽ അരങ്ങുവാഴുന്ന കാലത്ത് നമ്മളെ മക്കള് നന്നായി കിട്ടണമെങ്കിൽ കൂട്ടുകാരെ പെരുത്ത് അധ്വാനിക്കണം, പണിയെടുക്കണം. തെറ്റുകൾ മാടി വിളിക്കുന്ന കാലം, തെറ്റ് ചെയ്യുന്നവർ ക്യാമ്പസിൽ നേതാക്കളാവുന്ന കാലം, ആ കാലത്തല്ലേ നമ്മുടെ മക്കൾ ഹയർ സെക്കൻഡറിയിലും ആർട്സ് ആൻഡ് സയൻസിലും പ്രൊഫഷണൽ കോളേജിലൊക്കെ പഠിക്കേണ്ടത്. ആ കാലത്ത് മക്കൾ നന്നായി കിട്ടണമെങ്കിൽ ഡിഗ്രി കൊണ്ടും പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയതുകൊണ്ടും ആവില്ല. നമ്മളെ വീട്ടിൽ നിന്ന് ഇസ്ലാം നിർദ്ദേശിച്ച മുഴുവൻ കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ് വേണ്ടത്. അതാണ് പറയുന്നത് സുയാനത്തുൻ അൻ ഖുറനാഇ സൂഅ്. എന്റെ മകൻ ആരോടൊപ്പം കൂട്ടുകൂടുന്നോ അതിനനുസരിച്ച് ആ കുട്ടി നന്നാവുമോ മോശമാകുമോ എന്ന് നമുക്ക് വിധി എഴുതാം. അതാ രണ്ടാമത്തെ. 3, നമ്മളെ മക്കൾക്ക് കൊടുക്കുന്ന ഫുഡ് പ്യുവർ ഹലാലായിരിക്കും. പൂർണ്ണമായ ഹലാല് മാത്രമേ കുട്ടികളെ കഴിപ്പിക്കാൻ പറ്റൂ. അവിടെ തന്നെ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിന്റെ ഭാര്യ, നിന്റെ കുട്ടി ജനിച്ച ഉടനെ, നിന്റെ ഭാര്യ പ്രസവിച്ച ഉടനെ ആ കുട്ടിക്ക് കൊടുക്കുന്ന മുലപ്പാല് ഹലാലായി തുടങ്ങണം. അവിടുന്നാണ് സ്റ്റാർട്ടിങ്. ആദ്യം ആ കുട്ടി കഴിച്ചു തുടങ്ങുന്നത് നിന്റെ ഭാര്യയുടെ മുലപ്പാല. അതിന് നീ ഭാര്യക്ക് കൊടുക്കുന്ന ഫുഡ് ഹലാലാവണം. അതിന് നിന്റെ അധ്വാനിക്കുന്ന പണം, നീ സമ്പാദിക്കുന്ന പണം ഹലാലാവണം. ആരെയും പറ്റിച്ചിട്ടാവരുത്. കച്ചവടം വഞ്ചനയുടേതാവരുത്.
തട്ടിപ്പിന്റെ ബിസിനസ്സുകൾ, ഓൺലൈൻ തട്ടിപ്പുകളുടെ കാലത്താ. പലരോടും കടം വാങ്ങി പറ്റിച്ച് പലരുടെയും മനസ്സിന് തൃപ്തിയില്ലാതെ നീ പല പണങ്ങളും വസൂലാക്കിയിട്ടാണ് നിന്റെ കച്ചവടം തുടങ്ങിയതെങ്കിൽ അതിലൂടെ കിട്ടുന്ന ലാഭം ശുഭത്താണ്, പലപ്പോഴും ഹറാമിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ടാണ് നീ വണ്ടക്കയും തക്കാളിയും ഉള്ളിയും വാങ്ങുന്നതെങ്കിൽ, മാംസവും മത്സ്യവും വാങ്ങുന്നതെങ്കിൽ, അതല്ലേ നിന്റെ ഭാര്യ കഴിക്കുന്നത്? ആ ഊർജത്തിലല്ലേ മുലയിൽ പാല് വരുന്നത്? ആ പാലല്ലേ കുട്ടി കുടിക്കുന്നത്? ആ കുട്ടി നന്നാവണമെന്ന് നീ കുറെ ദുആർന്നിട്ട് എന്ത് കാര്യം? എവിടുന്ന് ദുആന് ഉത്തരം കിട്ടാനാ? ഹറാം. ആ കുട്ടി കഴിച്ച ഫുഡ്, നീ കഴിച്ച ഫുഡ് ഹറാം. ഹറാം. നീ കുടിച്ച പാനീയങ്ങൾ, നിന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്ന വെള്ളം, അതും ഹറാം. ഹറാം. നീ പെരുന്നാളിന് വാങ്ങിക്കൊടുത്ത വസ്ത്രം അതു ഹറാമല്ലേ? എങ്ങനെ പിന്നെ ദുആന് ഉത്തരം കിട്ടാനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യമാണ്.